ഹായ്, ടെക് ആൻഡ് ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, അതുപോലെ ലൈക്ക് ചെയ്യാനും. എക്സലിൻ്റെ പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. ഇന്നെടുക്കാൻ പോകുന്നത് എക്സലിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് സെല്ലുകളെ പറ്റിയാണ്. ഈ വിൻഡോയിൽ കാണുന്ന ചെറിയ ചെറിയ കള്ളികൾക്കാണ് സെല്ലുകൾ എന്ന് പറയുന്നത്. ഒരു സെല്ല് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു കാൽക്കുലേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതിന് മുകളിൽ കാണുന്ന ABC എന്നുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1 2 3 എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. റോയും 1 2 3 എന്ന് പറയുന്നത് റോയും ABC എന്നുള്ളത് കോളമായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. അതിൽ ഞാൻ കോളം 1 സെല്ല് 1 ഞാനിപ്പോൾ സമ്മ് എന്ന് ടൈപ്പ് ചെയ്തത്. ഇപ്പോൾ കോളം ബിയിൽ സബ്സ്ട്രാക്ഷൻ എന്നും സിയിൽ മൾട്ടിപ്ലിക്കേഷൻ എന്നും ടൈപ്പ് ചെയ്തു. അത് ടൈപ്പ് ചെയ്ത സമയത്ത് ഇപ്പോൾ അത് മുഴുവനായിട്ട് കാണുന്നില്ല, ഒരു ചെറിയൊരു ബോക്സിനകത്താണ് മാത്രമായിട്ടാണ് കാണുന്നത്. രണ്ടും അതുപോലെ തന്നെ ചെറിയ കള്ളികളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് കുറച്ചൊന്ന് വിഡ്ത്ത് കൂട്ടാം. അതിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണ് കൂട്ടുന്നത് നോക്കാം. ആ BC എന്ന് കാണുന്നതിൻ്റെ സെൻറ്ററിൽ ഞാനിപ്പോൾ കൾസർ വെച്ചിട്ടുണ്ട്, പ്ലസ് പോയിൻ്റായിട്ട്. അത് ക്ലിക്ക് ചെയ്ത് നീക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത് കൂട്ടാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ രണ്ടിൻ്റെയും വിഡ്ത്ത് കൂട്ടിയിട്ടുണ്ട്. അതിലിപ്പോൾ A1 എന്നുള്ളതിലാണ് സമ്മ് കിടക്കുന്നത്. A1 എന്നാണ് അതിൻ്റെ അഡ്രസ്സ് കിടക്കുന്നത്. അതിൽ A കോളത്തിലും 1 എന്ന റോയിലും. ഇപ്പോൾ ഞാൻ A കോളത്തിൽ എന്നതിൻ്റെ 2 A2 എന്നുള്ളതിൽ 210 എന്നും A3 എന്നുള്ളതിൽ 10 എന്നും ടൈപ്പ് ചെയ്തു. ഇനി അതിൻ്റെ കാൽക്കുലേഷനാണ് കാണിക്കുന്നത്. ഈക്വൽ സം ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം A2 സെലക്ട് ചെയ്തു. അതിനുശേഷം പ്ലസ്, കീബോർഡിൽ പ്ലസ് എന്ന ബട്ടൺ പ്രസ് ചെയ്തു. പിന്നെ A3 എന്നത് പ്രസ് ചെയ്ത സമയത്ത് താഴെ കാണിക്കുന്നുണ്ട് A2 + A3. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നേരത്തെ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തത് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ താഴെ വന്നിട്ടുണ്ട്, 220 എന്ന് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നമ്മളൊരു ഫോർമുല കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫോർമുല നമ്മൾ അതിനകത്ത് കാണുന്നില്ല. അതിൽ മുകളിൽ ഇപ്പോൾ കൾസർ നിൽക്കുന്ന ഭാഗത്ത്, ഇപ്പോൾ കൾസർ വെച്ച ഭാഗത്ത് അതിൽ 220 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ആ ഫോർമുല ബാറിൽ അതിൻ്റെ ഫോർമുല കാണിക്കുന്നുണ്ട്. നമ്മൾ ഏതൊക്കെ ഫോർമുലയാണ് അതിൽ യൂസ് ചെയ്തതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇവിടെ കൊടുത്ത ഫോർമുല എന്താണെന്നുള്ളത് കാണാനാണ് നമുക്ക് ഫോർമുല ബാർ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് സബ്സ്ട്രാക്ഷനാണ് ഉപയോഗിക്കുന്നത്. അതേ എമൗണ്ട് തന്നെയാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. അതിൻ്റെ താഴത്തും അതുപോലെ തന്നെ എമൗണ്ട് കൊടുത്തു. അപ്പോൾ B2 B3 കൊടുത്തു. B4 ഞാൻ അതിൻ്റെ ആൻസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തു. നേരത്തെ കൊടുത്ത ഫോർമുല തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈക്വൽ സം ഓപ്പൺ ബ്രാക്കറ്റ്, പിന്നെ B2 എന്നുള്ളതും B3 എന്നുള്ളതും സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത സമയത്ത് അതിൻ്റെ താഴെ B4 അതിൻ്റെ ഫോർമുല കാണിക്കുന്നുണ്ട്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച സമയത്ത് അതിൻ്റെ ആൻസർ അവിടെ വന്നു. അപ്പോൾ ആൻസർ ഇപ്പോൾ വന്നിട്ടുണ്ട്, മൈനസ് ചെയ്ത സമയത്ത് വന്നിട്ടുണ്ട്. മുകളിൽ കാണിക്കുന്നുണ്ട്, ഫോർമുല ബാറിൽ നമ്മൾ എന്ത് ഫോർമുലയാണ് ഉപയോഗിച്ചതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇനി വരുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. അതിലതുപോലെ തന്നെ C2ലും C3ലും ഞാൻ എമൗണ്ട് കൊടുത്തു. C4 ഞാൻ നേരത്തെ കൊടുത്ത സെയിം ഫോർമുല തന്നെയാണ് കൊടുക്കുന്നത്. അതിനകത്ത് ഇൻറ്റു മാത്രമാണ് മാറ്റം വരുന്നത്, ബാക്കിയെല്ലാ ഫോർമുല അതുപോലെ തന്നെ അത് കൊടുത്തു. ഒന്നാമത് 2 കൊടുത്തു, C2 സെലക്ട് ചെയ്തു, അടുത്ത് C3 സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ അതേമാതിരി തന്നെ താഴെ കാണിക്കുന്നുണ്ട്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചപ്പോൾ ആൻസർ അവിടെ വന്നു. ഇനി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കാണിക്കും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ കാണിക്കും. അതെല്ലാത്തിൻ്റെയും ഏത് ഫോർമുലയാണ് ഉപയോഗിച്ചതെന്നുള്ളത് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഫോർമുല ബാറിൽ അത് കാണുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. നമുക്കതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. കാരണം ഇപ്പോൾ അത് ഒന്നായിട്ട് ചിറഞ്ഞാണ് നിൽക്കുന്നത്.
അപ്പോൾ എ മുതൽ സി വരെയുള്ള ഭാഗം ഒന്ന് ആ കോളം ഒന്ന് സെലക്ട് ചെയ്യുക. മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു ലെറ്ററിൽ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോളം വിഡ്ത്ത് എന്ന് കാണാൻ പറ്റും. അതിൽ കോളം വിഡ്ത്ത് എന്ന് കാണാം. ആ ചെറിയ ബോക്സിനകത്ത്, അങ്ങനെ വരുന്ന ചെറിയ ബോക്സിനകത്ത് നമുക്കൊരു എമൗണ്ട് കൊടുക്കാം. 28 ആണ് ഞാൻ ഇപ്പോൾ അവിടെ കൊടുത്തത്. അപ്പോൾ ഒരു വിഡ്ത്ത് വരുന്ന കാണാം. ശ്രദ്ധിച്ചല്ലോ, വിഡ്ത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഹൈറ്റും റെഡിയാക്കാം. റോൻ്റെ ഹൈറ്റും റെഡിയാക്കാം. അതിന് 1 മുതൽ 5 വരെയുള്ള, ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യാം. അപ്പോൾ 1 മുതൽ 5 വരെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ആ നമ്പറിൽ എവിടെയെങ്കിലും ഒന്ന് മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് റോ ഹൈറ്റ് എന്നുള്ളത് കാണും. അവിടെ നമുക്ക് ആവശ്യമുള്ള വാല്യൂ കൊടുക്കാം. ഇപ്പോൾ 25 ഞാൻ കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. മറ്റുള്ള സെല്ലുകളെ അപേക്ഷിച്ചിട്ട് ആ ഒരു 5 എണ്ണത്തിൻ്റെ ഹൈറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എങ്ങനെയാണ് അതൊന്ന് നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാൻ നോക്കാം. ആ വരുന്ന കോളംസ് മാത്രം, ഞാൻ സെല്ലുകൾ മാത്രം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് അതിന് ബോർഡർ കൊടുക്കാനാണ് ഇപ്പോൾ പോകുന്നത്. ഇത് കള്ളി ക്ലിക്ക് ചെയ്യാം. ഓൾ ബോർഡർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ മൊത്തം അത് സെലക്ട് ആയിട്ടുണ്ട്. അതിനകത്ത് ബോർഡർ വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ലേ, എല്ലാ ഇതിലും സെല്ലുകളും ഇപ്പോൾ ഒരു ബോർഡറിനകത്താണ്, ഒരു ചെറിയ കള്ളികളായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ചെയ്യുന്നത് അതിൻ്റെ ടൈറ്റിലൊന്ന് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ടൈറ്റിൽ സെലക്ട് ചെയ്തു, ബോൾഡാക്കി, ബി എന്നുള്ളത് ബോൾഡാക്കി, ഫോണ്ട് സൈസ് കൂട്ടി, കളർ കൊടുത്തു. ആ കളർ നമുക്ക് ഇഷ്ടമുള്ള ആവശ്യമുള്ള കളർ നമുക്ക് അതിനകത്ത് പിക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ കളർ പെട്ടെന്ന് കാണാൻ വേണ്ടിയുള്ള ആ കളറാണ് ഇപ്പോൾ പിക്ക് ചെയ്തിരിക്കുന്നത്. ആ 2 എണ്ണം കൊടുത്തിട്ട് ഞാനിപ്പോൾ അത് സെൻറ്ററിലാക്കി, എലമെൻറ്റ് കൊടുത്ത് സെൻറ്ററിലാക്കി. ഇനി ഞാൻ ചെയ്യുന്ന ആ ആൻസർ, അതിന് കിട്ടിയിരിക്കുന്ന ആൻസർ കുറച്ച് ബോൾഡാക്കുകയാണ് ചെയ്യുന്നത്. അത് ബി എന്നുള്ളത് ക്ലിക്ക് ചെയ്തു, ബോൾഡാക്കി, ഫോണ്ട് സൈസും വർദ്ധിപ്പിച്ചു. ഇനി അതൊക്കെ ഒന്ന് സെൻട്രലാക്കാം. നമുക്കപ്പോൾ ആ അലൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെൻട്രലാക്കാം. ഇപ്പോൾ അതിൻ്റെ അകത്തുള്ള അക്കങ്ങളെല്ലാം സെൻറ്ററായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ അത് കുറച്ചൊന്ന് വൃത്തിയായിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നേരത്തെ കൊടുത്ത ഫോർമുലയിലാണ് ഒന്നും കൂടി മാറ്റം വരുത്താം. നമ്മൾ നേരത്തെ ഓരോ സെല്ല് സെലക്ട് ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാനതിൽ വേറെ ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ആ ഒരു സെല്ല് സെലക്ട് ചെയ്തു, നേരത്തെ കൊടുത്ത ഫോർമുല കൊടുത്തു. ആ 3 സെല്ല് ഞാൻ ഇപ്പോൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 210, 10, 220 ഈ 3 സെല്ല് ഒരുമിച്ച് സെലക്ട് ചെയ്ത സമയത്ത് താഴെ 5ൽ കാണിക്കുന്നുണ്ട്. A2 മുതൽ A4 വരെയുള്ള സെല്ലുകൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം എൻ്റർ അടിച്ചാൽ ആൻസർ വരും. അതിപ്പോൾ കാൽക്കുലേറ്റ് മൊത്തം ടോട്ടൽ ആണ് ചെയ്യുന്നത്. അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ ഓരോ സെല്ല് സെലക്ട് ചെയ്തിട്ട് അതിൽ ഇൻറ്റു പ്ലസ് എല്ലാം കൊടുത്തുകയായിരുന്നു ചെയ്തത്. അത് വേണ്ട. നമുക്ക് ചെയ്തത് 3 സെല്ല് ഒരുമിച്ച് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൽ അടുത്ത ഇത് ചെയ്യുന്ന സമയത്ത് കാണാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ. അവിടെ കൊടുത്തു, ഈക്വൽ കൊടുത്തു, സമ്മ് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ആ 3 സെല്ലും ഒരുമിച്ച് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്ത് താഴെ കാണിക്കുന്നുണ്ട്, നമ്മുടെ ബാറിലും കാണിക്കുന്നുണ്ട്, ഫോർമുല ബാറിലും അത് കാണിക്കുന്നുണ്ട്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കാം. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വാല്യൂ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതും ചെയ്യാം. കാരണം ഇതിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഓരോ സെല്ല് സെലക്ട് ചെയ്തിട്ട് നമ്മളതിന് പ്ലസും മൈനസും എല്ലാം വേണ്ടത് കൊടുത്തുകയായിരുന്നു ചെയ്തത്. അതുമില്ല. ഇത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സെല്ലും ഒരുമിച്ച് തന്നെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് നോക്കാം. അതിനകത്ത് അവിടെ മൈനസ് ഉള്ളതിന് പകരം ഇവിടെ നമ്മൾ ഒന്നിച്ച് സെലക്ട് ചെയ്ത സമയത്ത് മൈനസ് എക്സ്ട്രാ കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. അതുപോലെ തന്നെ അടുത്ത ഒന്നും കൂടി ചെയ്യുന്ന സമയത്ത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം. ഈക്വൽ കൊടുക്കുക, സമ്മ് ഓപ്പൺ ബ്രാക്കറ്റ്, ആ 3 വാല്യൂം കൂടി സെലക്ട് ചെയ്യാം. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ അടിക്കാം. ഇപ്പോൾ അവിടെ ആൻസർ വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നേരത്തെ ചെയ്ത മാതിരി തന്നെ അതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ സൈസൊക്കെ കൂട്ടിയത്, അല്ലാതെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ ഉള്ള വ്യത്യാസമാണ് കാണിച്ചത്. ആദ്യം നമ്മൾ ഓരോ സെല്ലായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ അതിന് പകരം ആ 3 സെല്ലും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്ത സമയത്ത് അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മനസ്സിലാക്കിയെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങൾ കുറേശ്ശെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ, ഒന്നിച്ചിടുന്നില്ല. അപ്പോൾ മനസ്സിലാക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.